മാവിനൊന്ന് തീ പിടിച്ചാൽ എന്താ, നല്ല പൂ പോലത്തെ പഞ്ഞി പോലത്തെ അപ്പം ഉണ്ടാക്കാമല്ലോ. ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി നന്നായി കുതിർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ്. പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്ത് മാവ് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മുടെ ബേ ലീഫില്ലേ, ബേ ലീഫിന് മേലെ ഒരു തിരി വെച്ചിട്ട് നെയ്യിൽ മുക്കിയിട്ടുള്ള ഒരു തിരി വെച്ചതിന് ശേഷം ഇതുപോലെ കത്തിച്ച് അതിനെ അടച്ചു വയ്ക്കും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇത് എടുക്കുമ്പോൾ ഇത് ഇതുപോലെ ഉണ്ടാവും, ഇത്രേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായി കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് രണ്ട് വീഡിയോയിൽ കണ്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ശരിക്കും ശരിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട്. വേറൊന്നും ചേർത്തിട്ടില്ല, അരിയും കുറച്ച് ചോറും കൂടാണ് ചേർത്തിട്ടുള്ളത് അരയ്ക്കുമ്പോൾ. ഇത് രണ്ടും കൂടി ചേർത്ത് അരച്ചതിന് ശേഷം എന്നിട്ട് ഇതാ മാവ് ഇതുപോലെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടെടുക്കുക. നല്ല പൂ പോലത്തെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ. ഈ ബേ ലീഫിന് ഉള്ളിൽ ആ ഒരു ഇത് കത്തിച്ച് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം.